ഹലോ, ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ? അപ്പം നമുക്ക് അടിപൊളിയായിട്ട് ചിലവ് കുറഞ്ഞിട്ട് വളരെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാർ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ അറിയില്ല ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാർ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലത്തെ കളർ ഷീറ്റുകളും അതുപോലെ തന്നെ കുറച്ച് പശയും കത്രികയും സ്കെയിലും ഒരു പെൻസിലും ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷീറ്റിന് വെറും 2 രൂപയുള്ളൂ കേട്ടോ. അങ്ങനത്തെ നമുക്ക് ടോട്ടലായിട്ട് വേണ്ടത് 9 ഷീറ്റോളം വേണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പേപ്പർ ഇതേപോലെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ സൈഡിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ വീണ്ടും അതിൻ്റെ പകുതിയായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി 1 സെൻറ്റിമീറ്ററിൽ ഇതേപോലെ താഴെയും അതുപോലെ തന്നെ മേലെയും ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 2 പോയിന്റും കൂടി നമുക്ക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ആ ഒരു ലൈൻ വരച്ചിട്ടില്ലേ, ആ ഒരു സ്ഥലത്ത് ഇതേപോലെ നമുക്ക് ഫെവിക്കോളോ അല്ലെങ്കിൽ വേറെ ഏത് പശയായാലും കുഴപ്പമില്ല കേട്ടോ, അത് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നമുക്ക് ആവാത്ത ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ വീണ്ടും ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു അറ്റത്തൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞു പോരും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലേക്കായിട്ട് ആ ഒരു ഓപ്പോസിറ്റിൻ്റെ സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് ഇതേപോലെ ആ ഒരു പശ തേച്ച ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്കെയിൽ എടുക്കുക. ആ സ്കെയിൽ എടുത്തിട്ട് 2 സൈഡും ആ ഒരു സ്കെയിലിൻ്റെ വീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 2.5 സെൻറ്റിമീറ്ററിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ആ ഒരു വരച്ച മാർക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡും ഒരേ ലെവലിൽ ഇതുപോലെ ഒന്ന് ആ വരച്ച മാർക്കിലൂടെ ഒന്ന് മടക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അടിവശത്തായിട്ട് 1 സെൻറ്റിമീറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്ത ആ ഓരോ സെൻറ്റിമീറ്ററും ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഒരു സൈഡ് മാത്രം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതേപോലെ ആ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ അത് ഒരു ലെവലിൽ കിട്ടും. എന്നിട്ട് ആ ഒരു അറ്റത്തു നിന്ന് ഈ ഒരു അറ്റത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ വീഡിയോ നന്നായിട്ടൊന്ന് കാണും, നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും കേട്ടോ. അങ്ങനെ 2 സൈഡും നമ്മൾ ഇതേപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സെൻറ്റിമീറ്ററിൻ്റെ മൂലകൾ ഇതേപോലെ ആ ഒരു സെൻറ്റിമീറ്ററിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 4 എഡ്ജ് മാത്രം ഇതേപോലെ ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം അടിയിലായിട്ട് നമ്മൾ വരച്ചു കൊടുത്തുള്ള ആ 1 ഇഞ്ചിലത്തെ ഒരു സൈഡ് മാത്രം ഇതേപോലെ ഒന്ന് കത്രിക ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ആ മടക്ക് വരുന്ന സൈഡിലെ എഡ്ജും ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. എല്ലാ സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ആ ഒരു 1 ഇഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ഒരു സൈഡിൽ ഇതേപോലെ നമുക്ക് ഫെവിക്കോളൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ആ ഒരു പശയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മേൽഭാഗത്തേക്ക് ആക്കിയിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വരിക. ഇതിപ്പോൾ ശരിക്കും നമ്മുടെ പേപ്പർ ബാഗിൻ്റെ ആ ഒരു പാറ്റേണിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ നമുക്ക് ടോട്ടലായിട്ട് 9 പേപ്പർ ബാഗ്സ് ആണ് കേട്ടോ വേണ്ടത്. അത് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റൈല് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ത്രികോണം, അതേപോലെ തന്നെ ഒരു റാ ഷേപ്പിന് പിന്നെ സ്റ്റാറൊക്കെയാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റായിട്ട് ഇതേപോലെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഡിസൈൻ ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരേ ഡിസൈൻ തന്നെ 2 സൈഡും വരയ്ക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷേ കുറച്ച് വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ 2 സൈഡും നല്ല ഡിഫറെൻ്റ് ആയിട്ട് വരയ്ക്കണമെങ്കിൽ കാണാൻ ഒന്നും കൂടി നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഈ ഒരു പോർഷൻ ഇതേപോലെ ആ ഒരു മാർക്ക് ചെയ്ത വശത്ത് കൂടെ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ 2 സൈഡും ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഈ 2 സൈഡും നമ്മുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഷേപ്പാണ് കിട്ടുക.
ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള 8 ഷീറ്റിലും ഇതുപോലെ ഒന്ന് ആദ്യം വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ആദ്യം വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2 ഷീറ്റ് ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് കിട്ടുകയും ചെയ്യും. അധികം നേരം നമുക്ക് ഇതിനായിട്ട് കളയും വേണ്ട. അങ്ങനെ 9 പേപ്പറും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു പേപ്പർ ഇതേപോലെ എടുക്കാം കേട്ടോ. അതിൻ്റെ മേലേക്കായിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് ഫെവിക്കോൾ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ കറക്റ്റ് ഡിസൈൻ വരുന്ന രീതിയിൽ വേറൊരു പേപ്പർ ഇതിൻ്റെ മേലേക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അത് ഒട്ടിയിട്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം ഒന്ന് വിടണം. അതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പേപ്പറും ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ പേപ്പറും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ ആകുമ്പോൾ 2 സൈഡിലും ഇതേപോലെ ഒന്ന് പശ തേച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഉള്ളിലേക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. എന്നാലാണ് കറക്റ്റ് രീതിയിൽ ആ പശയൊക്കെ എല്ലായിടത്തും ഒരേ രീതിയിൽ നമുക്ക് ഒട്ടി കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്യുക. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് നടുക്കിൽ ഇതുപോലെ ഗ്യാപ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പശ ഇതേപോലെ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒന്ന് ഒഴിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് അങ്ങനെയൊന്ന് പിടിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒട്ടിക്കിട്ടും. ഇനി നമുക്കിത് സെൻറ്ററിൽ വെക്കാനായിട്ട് ഇതുപോലത്തെ നമുക്കൊരു ഷീറ്റ് കിട്ടും കേട്ടോ. ഒരു 10 രൂപ എങ്ങാണ്ടോ തോന്നുന്നു ഈ ഒരു ഷീറ്റിന് വരുന്നത്. ഇത് നമുക്ക് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇത് ഒട്ടിച്ച് കൊടുത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതി മാത്രം മതി. ഇനി നിങ്ങൾക്ക് അങ്ങനെ സെൻറ്ററിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വെക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വെട്ടിയെടുത്ത ബാക്കി പീസിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ഡിസൈന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഷീറ്റിൽ നിന്ന് ഇതേപോലെ നമ്മൾ 2 റൗണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതേപോലെ ആദ്യം പെൻസിൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു കത്രിക ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു റൗണ്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 2 എണ്ണം ഇതേ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്കായിട്ട് നമുക്ക് ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ആ ഫ്ലവർ പോലത്തെ ഒരു സംഭവം നമുക്ക് കുറച്ച് പശ തേച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡിലും ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാർ തൂക്കിയിടാനായിട്ട് ഒരു നൂല് വേണം. അപ്പം ഞാനിവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഈ ഒരു ത്രെഡാണ് കൊടുത്തത്. ഇനി ഇതില്ലാച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ തുന്നണ നൂലുണ്ടല്ലോ അതായാലും കുറച്ച് കട്ടിക്ക് എടുത്തിട്ട് ഇതേപോലെ സ്റ്റാറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ചെറിയ ഹോൾ ഇട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഈ ഒരു നൂല് അങ്ങ് കെട്ടി കൊടുക്കാം. ഒരു 2-3 തവണ ഇതേപോലെ ഒന്ന് ഈ ഒരു നൂല് കെട്ടി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് എക്സസ് ആയിട്ട് എന്തെങ്കിലും നൂലുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംഭവം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പം നിങ്ങൾക്കും ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എനിക്ക് വന്നത് ഒരു 30-35 രൂപയുടെ ഉള്ളിലായിട്ടാണ് കേട്ടോ. ഈ ഒരു ഷീറ്റിന് 2 രൂപയാണ്. അങ്ങനെ നമ്മൾ ടോട്ടൽ എടുത്തിട്ടുള്ള 9 ഷീറ്റാണ്. അപ്പോൾ അതിന് വന്നത് 18 രൂപയാണ്. പിന്നെ നമുക്കൊരു 10 രൂപയുടെ പശ വേണം. അതും നമുക്ക് മുഴുവനായിട്ട് ആവശ്യമില്ല. നടുക്കിലത്തെ ആ ഒരു ഗ്ലിറ്റർ ആയിട്ടുള്ള ഈ ഒരു പേപ്പർ നമുക്ക് ഓപ്ഷണലാണ്. അത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഒരു A4 ഷീറ്റിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നുകിൽ കളർ കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഗ്ലിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് 2 സൈഡും ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റാറിന് വന്നിട്ടുള്ളത് ഏകദേശം ഒരു 28 രൂപയോളമാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാത്രിയായപ്പോൾ ഞാൻ ഇതേപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ടൊന്ന് വീഡിയോ എടുത്തു കേട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാൻ ഇത് ലൈറ്റ് ഓൺ ആക്കിയിട്ടും അതേപോലെ തന്നെ ഓഫ് ആക്കിയിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാറാണിത്. പിന്നെ ഈ ഒരു പേപ്പറും അതേപോലെ തന്നെ പശയായാലും ഇനി ഗ്ലിറ്റർ പേപ്പർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായാലും നമുക്ക് എല്ലാ ഫാൻസി കടയിലും കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കളർ കോമ്പിനേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ടുള്ള സ്റ്റാറുകൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.